Hi Namaskaram. 20,000 rupees investment ചെയ്തുകൊണ്ട് ദിവസേന 200 രൂപയ്ക്ക് മുകളിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഏതാനും മാസങ്ങളായിട്ട് ഈ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു രീതിയിലുള്ള റവന്യൂ എനിക്ക് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഷോർട്ട് വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് താനും. എന്നാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സ് ഞാൻ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും ഞാനുമായിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനും എൻ്റെ കോഴ്സുകളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് ഒരു കിഡിലൻ ബിസിനസ് ഐഡിയ ആണ്. ഓൺലൈൻ ബിസിനസ് ഐഡിയ, ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, ഇൻ്റർനാഷണൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളാണ് ഈ ഒരു ബിസിനസ്സിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ പേര് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിന് ഇത്രയും 20,000 റുപ്പീസ് കോസ്റ്റ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതിൻ്റെ ഒരു വെബ്സൈറ്റാണ്, നെറ്റ് വാലെ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിനകത്ത് ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് GPL ലൈസൻസ് ഉള്ള പല പ്രോഡക്റ്റുകൾ, ഇ ബുക്കുകൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ, തീമുകൾ, പ്ലഗിൻസ്, ഡാറ്റകൾ, ഇങ്ങനെയുള്ള പല ടൈപ്പ് സാധനങ്ങൾ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ ക്യാൻവ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോഫ്റ്റ്വെയർസ്, ഡാറ്റാബേസസ്, കോഴ്സസ്, തീംസ്, പ്ലഗിൻസ്, ഇ ബുക്സ്, ഗ്രാഫിക്സ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ്, ഇതൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ പലപ്പോഴും പല സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മുടെ നെറ്റ്വാലിൽ നിന്നൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഓൺ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ്, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഒരിക്കലും സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം തീരുന്നില്ല. സ്റ്റോക്ക് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പേ ആൻഡ് ഡൗൺലോഡ്. ഒരു കസ്റ്റമർ വന്നു, പ്രോഡക്റ്റ് കണ്ടു, പേയ്മെൻറ്റ് ചെയ്തു, ഉടനടി അദ്ദേഹത്തെ ഡൗൺലോഡ്, ഇൻസ്റ്റൻറ്റ് ഡൗൺലോഡാണ്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫുള്ളി ഹാപ്പിയാണ്. അപ്പോൾ പലപ്പോഴും പല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പല സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യാമെന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇതൊരു ഡെലിവറീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ ഡെലിവറിയാണ്, ഇൻസ്റ്റൻറ്റ് ഡെലിവറിയാണ്, ഡൗൺലോഡാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേൾഡ് വൈഡായിട്ട് നമുക്ക് ചെയ്യാം. രണ്ട് കറൻസി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യൻ റുപ്പീസും അതുപോലെ തന്നെ USDയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഡോളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ USD ആഡ് ചെയ്ത് INRും USD ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ വിദേശ രാജ്യത്തു നിന്ന് ഒരാൾ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ കറൻസി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് USD ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ കറൻസി ഡോളറായിട്ട്, എല്ലാത്തിൻ്റെ പ്രോഡക്റ്റും ഡോളറായിട്ട് മാറും. അപ്പോൾ ഡോളറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡോളറായിട്ട് മാറിയത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോളർ $3.49 അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ കറൻസി സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു 20,000 റുപ്പീസ് റേറ്റ് വരിക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവശ്യമാണ്. കാരണം പ്രോഡക്റ്റ് ഒരുപാട് ആവശ്യമാണ്, കോസ്റ്റും ഒരുപാട് ആവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വേണ്ടത് ഒരു ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. അത്യാവശ്യം 24/7 സപ്പോർട്ട് ലഭിക്കുന്ന ഒരു നല്ലൊരു മികച്ച കമ്പനിയിൽ നിന്ന് ഡൊമൈനും സെർവറും സെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഡൊമൈൻ വായിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഡൊമൈൻ പേര്, നല്ലൊരു പേര് എങ്ങനെ കണ്ടെത്തണം, എങ്ങനെയാണ് ഡൊമൈൻ വായിക്കേണ്ടത്, എൻ്റെ മലയാളത്തിലുള്ള വീഡിയോ അവൈലബിൾ ആണ്. ഞാനതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും. ഇത് പേഴ്സണലായിട്ട് അയച്ചു തരും, നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അയച്ചു തരും. ആ ഓഫീസിൽ നിന്ന് അയച്ചു തരുന്ന വീഡിയോ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഡൊമൈൻ നെയിം കണ്ടെത്താൻ പറ്റും. നല്ലൊരു സെർവർ ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് വാങ്ങിക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. 24/7 സപ്പോർട്ടുള്ള നല്ലൊരു കമ്പനിയിൽ നിന്നും എനി ടൈം നിങ്ങൾ കോൾ ചെയ്യാം, എനി ടൈം നിങ്ങൾ മെയിൽ ചെയ്യാം, എനി ടൈം നിങ്ങൾ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലൂടെ എൻ്റെ സംവിധാനങ്ങളുള്ള 24/7 സപ്പോർട്ടുള്ള നല്ലൊരു മികച്ച കമ്പനി, വേൾഡിലെ നമ്പർ 1 കമ്പനിയിൽ നിന്നും നിങ്ങൾ സെർവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട് ഇതിന് സെറ്റായിട്ടുള്ള. ആ ഒരു കോൺഫിഗറേഷനിൽ മാത്രമേ ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഡൊമൈനും സെർവറും ഒക്കെ ഇങ്ങനെ വായിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഡൊമൈൻ ആൻഡ് സെർവർ ഒരു വർഷത്തേക്ക് വരുന്ന ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഒരു 4,700, 4,600, 800 ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഡൊമൈൻ ആൻഡ് സെർവറിന് ഒരു 5,000 റുപ്പീസ് ഞാൻ ആഡ് ചെയ്യാണ്. ഡൊമൈൻ ആൻഡ് സെർവർ റേറ്റ് എന്ന് പറയുന്നത് ഒരു 5,000 ആണ്.
ഇനി നമ്പർ 2 എന്ന് പറയുന്നത് ഡൊമൈൻ ആൻഡ് സെർവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പലപ്പോഴും പല കോസ്റ്റ് 20,000, 1 lakh, 2 lakh, 3 lakh എത്രയും വേണമെങ്കിൽ ഒരു ഇ-കോമേഴ്സ് സൈറ്റ് ബിൽഡ് ചെയ്യാം. സെയിം തിങ് ഇ-കോമേഴ്സ് തന്നെയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്യണം, കസ്റ്റമർക്ക് പേയ്മെൻറ്റ് ചെയ്യണം, കസ്റ്റമർക്ക് രജിസ്റ്റർ ചെയ്യണം, അവർക്ക് ലോഗിൻ ചെയ്യണം, ഫോർഗോട്ട് പാസ്വേഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാനുണ്ട്. മൊബൈൽ ഫ്രണ്ട്ലി, നല്ലൊരു മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം, ആ സൈറ്റിന് ഒരു ലോഗോ ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അപ്രോക്സിമേറ്റ് എത്രത്തോളം കോസ്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 30,000, 50,000, 40,000, ഒരു 1 lakh റേഞ്ചിലൊക്കെ പോകാറുണ്ട്. ഒരു 50,000 മുതൽ ഒരു 25,000 മുതൽ ഒരു 1 lakh റേഞ്ചിലേക്കൊക്കെ പലപ്പോഴും പോകാറുണ്ട്. ചിലരും 1.5 lakh റുപ്പീസൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം ഇത്രയൊക്കെ വലിയ കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ പ്രോജക്റ്റ് ഈ ഒരു 20,000 നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഡിസൈനിങ് കോസ്റ്റ് 10,000 റുപ്പീസ് ഞാൻ ആഡ് ചെയ്യാണ്. 10,000 ഒരു ചീപ്പ് ആൻഡ് റേറ്റ്. അത് ചീപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം ചീപ്പായിരിക്കില്ല, ഹൈ ക്വാളിറ്റി സാധനമായിരിക്കും, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ABC മെട്രിക്സിന്റെ ABC ഗ്രേഡിൽ ഏതെങ്കിലും ഒരു ഗ്രേഡിൽ നിങ്ങളുടെ സൈറ്റ് എനി ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയും A ഗ്രേഡിൽ തന്നെ, പരമാവധി A ഗ്രേഡിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അത് ചിലപ്പോൾ BO CO ഗ്രേഡിലേക്ക് പോകും. കാരണം നമ്മൾ ഇമേജുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടിയ ഇമേജുകളൊക്കെ ആകുമ്പോൾ കുറച്ച് സൈസ് ഉണ്ടാവും, അന്നേരം ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കും. ചിലപ്പോൾ സെർവർ അല്പം ലോ ആകുന്ന ഏതെങ്കിലും ഘട്ടം വരും, ചെറിയ സ്പീഡ് വ്യത്യാസം വരുമ്പോൾ അത് ചിലപ്പോൾ B ഗ്രേഡ് ആവും. വീണ്ടും സ്കാൻ ചെയ്ത് A ഗ്രേഡിലേക്ക് തന്നെ നമുക്ക് എത്താം. അപ്പോൾ ABC ലെവലിലൊക്കെയുള്ള ഗ്രേഡ് ABC-D വരെ പോകാം. ഈ ഗ്രേഡിൽ ആയിരിക്കും വെബ്സൈറ്റിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10,000 റുപ്പീസാണ് കോസ്റ്റ്. ഇപ്പോൾ 10,000 റുപ്പീസിൽ കോസ്റ്റായി ഡൊമൈൻ സെർവറായി. ഇനി നമുക്കാണ് പ്രൊഡക്ട്സ് നമുക്ക് വേണം. അപ്പോൾ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടെത്തണം. പ്രൊഡക്ട്സ് ഇതുപോലെ നെറ്റ്വാലെ പോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എനിവേ ഇവിടെ ഒരു ഓഫർ തരികയാണ്. ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ 100 പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. 100 പ്രോഡക്ട്സ് ഫ്രീ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മാത്രമായിട്ടല്ല തരുന്നത്, പ്രൊഡക്ട്സ് ഫ്രീ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ഓൾസോ ഫ്രീ. ലിസ്റ്റിങ്ങും ഫ്രീ തന്നെയാണ്. ഈ ലിസ്റ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് വരുന്നത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും 100 പ്രൊഡക്റ്റിൻ്റെ ബാനേഴ്സ് വരും, അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഫയൽ വരും. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ബാനേഴ്സ് ഉണ്ടാവും, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഡൗൺലോഡബിൾ ഫയൽ അടക്കമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് തരും. ആ 100 പ്രൊഡക്റ്റുകളും ലിസ്റ്റ് ചെയ്ത് തരും, ഫ്രീ ആണ്, 5 പൈസ ചിലവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റുകളും കയറിയിട്ട് ചിലപ്പോൾ നെറ്റ്വാലെ നമ്മുടെ സൈറ്റ് പോലെയുള്ള പല സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ലിസ്റ്റിംഗ് നിങ്ങൾക്ക് ഫ്രീ കിട്ടി. ഈ വെബ്സൈറ്റ് ഡിസൈനിങ് കോസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് തരും. ഇനി ഇപ്പോൾ 15,000 രൂപയായി. അപ്പോൾ ബാക്കി 5,000 രൂപ എന്തിനാണ്? ബാക്കി 5,000 ഫോർ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ vineeshnovdi.com എന്നുള്ള എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ കയറി ലേൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡിലെത്തും. ഇവിടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാസ്റ്റർ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് വിൽക്കുന്നത്, എങ്ങനെയാണ് ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ ഐഡിയ ഉണ്ടാക്കുന്നത്, എങ്ങനെ ലോഗോ ആൻഡ് ബാനർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാം, എങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ് സെറ്റ് ചെയ്യാം, എങ്ങനെ പ്രോഡക്റ്റ് ഡെലിവറി ഓട്ടോമേറ്റ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ബിൽഡിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാർക്കറ്റ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് വേണം ജോയിൻ ചെയ്യാം. ആ ഒരു കോഴ്സ് ഫീസിന് 1000 രൂപയാണ് അതിൻ്റെ ഫീസ്. അങ്ങനെ 1000 രൂപ അതിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റും. 1000 രൂപ പ്ലസ് ഇനി നമുക്ക് 4,000 റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഈ 4,000 റുപ്പീസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് പ്രൊമോഷൻസ് തുടങ്ങാം. പല പ്രോഡക്റ്റും നിങ്ങൾക്ക് എത്ര ഉള്ള എമൗണ്ട് വേണം വെക്കാം. ഓരോ 100 പ്രോഡക്റ്റിനും ഡിഫോൾട്ടായിട്ട് 499 റുപ്പീസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്കത് 199 രൂപ വെക്കാം, വേണമെങ്കിൽ 100 രൂപ വെക്കാം, 10 രൂപ വെക്കാം, 200 രൂപ, 500 രൂപ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസിന് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. 100 പ്രോഡക്ട്സ് അതിനകത്ത് ഉണ്ടാവും. അതല്ലാതെ കൂടുതൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി സാധാരണ ഈ ഫിസിക്കലായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അഫിലിയേറ്റ് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യും. ഇങ്ങനെ എല്ലാ ടൈപ്പ് പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1000 റുപ്പീസ് ആ ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൊമോഷൻസ് ആണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പിൽ ജസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ
പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ. ഇൻസ്റ്റയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഗ്രോയിങ് ഒരു ആപ്ലിക്കേഷനാണ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം. ദ റീസൺ എന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള മറ്റു ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോപ്പുലറാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ പെയ്ഡ് പ്രൊമോ ചെയ്യാൻ വേണ്ടി ചെറിയ കോസ്റ്റേ ആവുള്ളൂ. 100 റുപ്പീസ്, 200 റുപ്പീസ്, 300 റുപ്പീസ് ഇങ്ങനെ ചെറിയ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കൃത്യമായിട്ടുള്ള ടാഗുകൾ, ഓരോ പ്രോഡക്റ്റിനും കൃത്യമായിട്ടുള്ള ടാഗുകൾ കാര്യം കൊടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ലൈവ് പേയ്മെൻറ്റ് ആഡ് ചെയ്ത് ലൈവിൽ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ, അതിൻ്റെ ഫയൽസ് അതിനകത്തുണ്ട്, കോഴ്സിനകത്തുണ്ട്. ആ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കി 4000 റുപ്പീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റ പ്രൊമോഷൻ ആവാം, ഫേസ്ബുക്ക് പ്രൊമോഷൻ ആവാം. ഈ 2 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതുമല്ലാതെ ഗൂഗിൾ ആഡ്സ് വഴിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗൂഗിൾ ആഡ്സ് വഴി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും നിങ്ങൾക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ യൂട്യൂബിലും പെയ്ഡ് പ്രൊമോ ചെയ്യാം. യൂട്യൂബ് ആഡ്സും ചെയ്യാം. അപ്പോൾ ഇത് പെയ്ഡ് ഈ കോഴ്സ് 1000 റുപ്പീസിൻ്റെ കോഴ്സ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഗൂഗിൾ ആഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ആഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഉണ്ട്. യൂട്യൂബ് ആഡ്സിൻ്റെയും വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 5000 റുപ്പീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 5000 റുപ്പീസും പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും എമൗണ്ട് പ്രൊമോഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് റവന്യൂ കിട്ടി തുടങ്ങും. ഒരു അറ്റ് എ ടൈമിൽ ഒരു പ്രൊമോഷൻ ഒരു 500 റുപ്പീസ് സ്പെൻഡ് ചെയ്താൽ മതി. 500 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 5-10 ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരു 10 ഓർഡറുകളെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആപ്റ്റായിട്ടുള്ള ടാഗുകളും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു 10 ഓർഡറുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 10 ഓർഡർ 499 അതിൻ്റെ 10 ഓർഡറുകൾ കിട്ടിയാൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ഒരു 5000 റുപ്പീസ് ഏൺ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളൊരു 100 രൂപ മുടക്കിയിട്ട് 200 രൂപ നമുക്ക് കിട്ടിയാൽ പോലും നമുക്കൊരു ബെനിഫിറ്റാണ് അഡ്വർടൈസ്മെൻറ്റിൽ. അല്ലെങ്കിൽ ഒരു 100 രൂപ മുടക്കിയിട്ട് ഒരു 500 രൂപ ഒരു ഓർഡറെങ്കിലും കിട്ടിയാൽ നമുക്ക് ബെനിഫിറ്റാണ്. നിങ്ങൾ എത്രയാണ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 5000 രൂപ ഡൊമൈൻ സെർവറിനും വെബ്സൈറ്റ് ഡിസൈനിങ് കോസ്റ്റ് 10,000ഉം അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് ഒരു 5,000 മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മികച്ച മാർഗ്ഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. ടെൻഷനില്ല, ഹാപ്പി ആയിരിക്കും. ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റും. ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നോ ഡെലിവറി പ്രോബ്ലംസ്. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്കിനെ കുറിച്ച് ഓർക്കേണ്ട, ഒരു ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സംഭവം ചെയ്ത് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ഇ-കോമേഴ്സ് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്കൽ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് ഡിജിറ്റൽ പ്രോഡക്റ്റാണ്. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലാത്ത സാധനമാണ്. ഇത് ചെയ്ത് സക്സസ് ആക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രോഡക്റ്റ് ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും മാർക്കറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോഡക്റ്റിലേക്കും വരാൻ സാധിക്കും. എന്തായാലും മികച്ച ഒരു വരുമാന മാർഗ്ഗമാണ്. ഞാൻ 200 റുപ്പീസ് പറഞ്ഞുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഡെയിലി 10,000ഉം അതുപോലെ തന്നെ 1 lakh റുപ്പീസൊക്കെ ഏൺ ചെയ്യുന്ന നിരവധി ആൾക്കാർ നമുക്ക് മുന്നിലുണ്ട്. പോട്ടെ, ഒരു ദിവസം ഒരു 1000 രൂപ കിട്ടിയാൽ പോലും അതൊരു വലിയ ഫിഗർ തന്നെയാണ്, മറ്റുള്ള എക്സ്പെൻസ് കാര്യങ്ങളില്ലാതെ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ, സൈനിങ് ഓഫ്. ബൈ.